നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന സീരീസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് ചർച്ച ചെയ്യുന്നത് തന്ത്രവും ശൈവിസവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഭാരതഖണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, എവിടെ പോയാലും കാണാൻ കഴിയുന്ന ഒരു ദേവതാ സങ്കല്പമാണ് മഹാദേവൻ. വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളിലൂടെ, സാധനാമാർഗങ്ങളിലൂടെ സാധകർ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അനാദിയായിട്ട് തുടങ്ങിയതുമാണ്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി മനുഷ്യനുള്ള ഒരു കാലവും അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിനെ എല്ലാം കൂടി ചേർത്ത് വേണേൽ നമുക്ക് വിളിക്കാം ശൈവിസം എന്ന്. ശിവനെ ആശ്രയിക്കുന്ന വേണ്ടി യാത്ര ചെയ്ത എല്ലാ മാർഗങ്ങളെയും കൂടി ശിവനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ നമുക്കിതിനെല്ലാം കൂടി ചേർത്ത് ശൈവിസം എന്ന് വിളിക്കാം. പല തരത്തിലുള്ള ശൈവിസങ്ങളുണ്ട്. അത് ഒന്നൊന്നിനോടെ ചേരുന്നതായിരിക്കും, ചിലപ്പോൾ ഒന്നൊന്നിനോടെ ചേരാത്തതായിരിക്കും, വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നതായിരിക്കും. അതിനെ ഡ്യുവലിസ്റ്റിക് ശൈവിസമെന്നും നോൺ ഡ്യുവലിസ്റ്റിക് ശൈവിസമെന്നും അല്ലെങ്കിൽ അദ്വൈതവാദമെന്നും ദ്വൈതവാദമെന്നും അല്ലെങ്കിൽ ദ്വൈതവും അദ്വൈതവുമായിട്ട് ഒരുമിച്ച് കലർന്ന വാദമെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ഈ മുകളിൽ പറഞ്ഞ നിരവധി മാർഗങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഈ ശിവ ഉപാസന പദ്ധതികളെ നമുക്ക് ശൈവിസം എന്ന് വിളിക്കാം. ഈ വഴികൾ പലതും ചേരുന്നില്ല എങ്കിലും, പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളാണ് എങ്കിലും, പക്ഷെ ലക്ഷ്യം എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ്. അതുതന്നെയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവവും ഭഗവാനിലൂടെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തന്ത്രത്തിന് ജാതിയില്ല, തന്ത്രത്തിന് മതമില്ല, തന്ത്രത്തിന് പ്രായം വേണ്ട, തന്ത്രത്തിന് ഭാഷ വിഷയമല്ല. ജാതി, മത, കാല, ദേശ, ദ്രാവിഡ, ആര്യ ഇങ്ങനെയുള്ള വകഭേദങ്ങളൊന്നുമില്ല തന്ത്രശാസ്ത്രത്തിന്. ജാതിഭേദങ്ങളൊന്നും ഇല്ലെങ്കിലും ജിജ്ഞാസുവായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് തന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അനവധി മാർഗങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. ഇതിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ശൈവിസം എന്ന് വിളിക്കുന്നത് ആധുനിക സ്കോളേഴ്സ്. ഹിസ്റ്റോറിയന്മാരുടെ കണ്ണിലൂടെ നോക്കുമ്പോഴും ഭാരതത്തിൽ ഇന്ന് കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആധ്യാത്മിക സബരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ദേവതാ സങ്കല്പം എന്ന് പറയുന്നതും വാസ്തവത്തിൽ ഈ പറഞ്ഞ ശൈവ സമ്പ്രദായങ്ങളാണ്. കാരണം സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള, ആർക്കിയോളജിക്കാരെ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പശുപതിയുടെ അതുപോലെ യോഗിയുടെ ഒക്കെ രൂപങ്ങൾ, പൂർവ്വലിപികൾ, അതുപോലെ തന്നെ പശുവിൻ്റെ ഒക്കെ സീലുകൾ, ഇതൊക്കെയാണ് അത് ആർക്കിയോളജികൾ എടുത്തിട്ടുള്ളത്. അതിൽ ലിപികൾ ഇന്നും ഡീകോഡ് ചെയ്തിട്ടില്ല. എന്ത് ലിപിയാണത്, എന്ത് ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നൊന്നും ഇതുവരെ ഡീകോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഭഗവാന്റെ രൂപം കണ്ടാൽ, പശുപതിയുടെ രൂപം കണ്ടാൽ, യോഗിയുടെ രൂപം കണ്ടാലും ഒക്കെ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ശൈവിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കാര്യം ആലോചിക്കണം. നമ്മളൊരു സംസ്കാരത്തിൽ, ഇപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്തതാണെന്ന് പറയുമ്പം, ഒരു സംസ്കാരം സാംസ്കാരിക തലങ്ങളിലേക്ക് വളരണമെങ്കിൽ അത് എത്രയോ കാലം അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ഊഹിച്ചു നോക്കി. ഇപ്പം നമ്മളൊരു സ്ഥലത്തൊരു ആൾ കയറാത്തൊരു സ്ഥലത്ത് വന്ന് നമ്മളൊരു പാർപ്പിട സൗകര്യം ഉണ്ടാക്കി ആ ഒരു സമൂഹം ഒന്ന് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ തന്നെ എത്ര കാലമെടുക്കും. അപ്പം ഈ പറഞ്ഞ യോഗിയുടെ രൂപങ്ങളും പശുപതിയും ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ അത്രയും ഒരു വലിയ സംസ്കാരമായിട്ട് നിലനിന്നതായിരിക്കാം എന്നുള്ളത്. അപ്പം ഇന്ന് വരെ കണ്ടുകിട്ടിയ ഐഡൽസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ശൈവ സമ്പ്രദായം എന്നുള്ളത്. നമുക്ക് തന്ത്രത്തിലെ ശൈവിസ ബന്ധത്തിലേക്ക് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള സർവൈവിങ് ടെക്സ്റ്റുകളിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ശൈവ ഗ്രന്ഥം എന്ന് പറയുന്നത് നിശ്വാസ തത്വ സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ മഹേന്ദ്ര, സ്വച്ഛന്ത, ജയദ്രഥയാമങ്ങളും ഇതൊക്കെ സർവൈവിങ് ടെക്സ്റ്റുകളാണ്. അതിൽ നിശ്വാസ തത്വസംഹിതയാണ് ഏർലിയർ വേർഷൻ ഓഫ് സർവൈവിങ് ടെക്സ്റ്റ് എന്ന് സ്കോളേഴ്സ്, ഇൻഡോളജിക്കൽ സ്റ്റഡീസൊക്കെ പറയുന്നത്, തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്ത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പറയുന്നുണ്ട്. വേദം ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും വന്നതാണെന്നും അത് വ്യാസ പകുത്തിയതാണെന്ന് പറയുന്ന പോലെ തന്നെ തന്ത്രം ശിവമുഖത്തു നിന്നും
ഉത്ഭവിച്ചു വന്നതാണെന്നാണ് പറയുന്നത്. നമുക്ക് അത് നോക്കാം. ആദിനാഥനായിരിക്കുന്ന അല്ലെ സദാശിവ രൂപത്തിലിരിക്കുന്ന സ്വച്ഛന്ത ഭൈരവനായിരിക്കുന്ന തന്നെ ഉത്ഭവിച്ച് വന്ന അയോനിജനായി ജനിച്ച ഭൈരവൻ്റെ 5 മുഖങ്ങളും 18 കൈകളുമായിട്ടാണ് ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നത്. അതിൽ 5 മുഖങ്ങളിൽ നിന്നുമായിട്ടാണ് ഈ തന്ത്രവിദ്യ ഉത്ഭവിച്ച് വന്നത് എന്ന് പറയുന്നുണ്ട്. 5 മുഖം എന്ന് പറയുമ്പോൾ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, പിന്നെ ഈശാനൻ മുകളിലേക്ക് ആണ്. ഈ മുഖത്ത് നിന്ന് ഉത്ഭവിച്ച് വന്നതിനെ ആഗമികങ്ങൾ എന്നുമാണ് പറയുന്നത്. അപ്പറായിട്ടുള്ള മുകളിലത്തെ മുഖം ഈശാനനായും കിഴക്കോട്ടുള്ള മുഖത്തെ തൽപുരുഷനായും തെക്കോട്ടുള്ള മുഖത്തെ അഘോരനായും വടക്കോട്ടുള്ള മുഖത്തെ വാമദേവനായും പടിഞ്ഞാട്ടുള്ള മുഖത്തെ സദ്യോജോതനായുമാണ് പറയുന്നത്. അപ്പർ മുഖത്തും ഈശാന മുഖത്തു നിന്നും മന്ത്രമാർഗങ്ങളും തൽപുരുഷ മുഖത്തു നിന്നും ആദിമാർഗവും അഘോര മുഖത്തു നിന്നും ആധ്യാത്മിക മാർഗവും വാമദേവ മുഖത്തു നിന്നും വൈദികങ്ങൾ കലർന്ന മാർഗങ്ങളും പടിഞ്ഞാറ് മുഖത്തു നിന്നും സദ്യോജോത മുഖത്തു നിന്നും ലൗകികങ്ങളായിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങളും ഉത്ഭവിച്ചതായിട്ട് പറയുന്നു. ഇത് ഒരു ഡിവിഷനാണ്. ഇതുപോലെ അനവധിയായിട്ടുള്ള ഈ തന്ത്ര സമ്പ്രദായങ്ങൾക്ക് അനവധി ഡിവിഷൻസ് പല രീതിയിൽ പറയുന്നുണ്ട്. ഇത് നിശ്വാസ തത്വ സംഹിതയിലാണ് ഇങ്ങനെ പറയുന്നത്. ഈ 5 മുഖങ്ങൾ ഭഗവാന്റെ 5 എനർജീസിനെ പവർഫുള്ളായിട്ട് ഈ പ്രപഞ്ചത്തെ നടത്തുന്ന, പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ അല്ലെ ഒരു സാധകൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള 5 വ്യത്യസ്തമായിട്ടുള്ള എനർജിയെ കാണിക്കുന്നു. ഒന്നാമത്തേത് ചിത് ശക്തി, രണ്ടാമത്തത് ആനന്ദശക്തി, ഏറ്റവും മേളിൽ ആനന്ദശക്തിയാണ്. ആനന്ദശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഈ 5 ശക്തികളെയാണ് ഈ 5 മുഖങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ്രാവിഡ ദേശമാണ് ശൈവ ദേശമെന്നും അല്ലെങ്കിൽ ദ്രാവിഡന്മാരുടെ ആരാധ്യമൂർത്തിയാണ് ശിവനെന്നും വൈദികരുടെ ആര്യന്മാരുടെ ആരാധനാമൂർത്തിയാണ് വിഷ്ണു എന്നും വൈദികവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നും ഒക്കെ പറയുന്നതൊക്കെ വാസ്തവത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണ്. അത് വെറുതെ കപോലകൽപ്പിതമായിട്ടുള്ള കാര്യങ്ങളാണ്, ഫാൾസ് ഡയലമ ക്രിയേറ്റ് ചെയ്യുന്നതുമാണ്. നമ്മൾ ആ വിഷയങ്ങളൊക്കെ നന്നായിട്ട് ഇനിയുള്ള 3-4-5 ക്ലാസ്സുകളിലായിട്ട് നന്നായിട്ട് ചർച്ച ചെയ്യും. ഋഗ്വേദത്തിലാണെങ്കിൽ പോലും ഋഗ്വേദത്തിൽ ഉഗ്രരൂപത്തിൽ ഭഗവാനെ പലയിടത്തായിട്ട് വർണ്ണിക്കുന്നുണ്ട്. രുദ്രൻ, നീലലോഹിതൻ, ത്രയംബകൻ എന്നൊക്കെയുള്ള പല പേരുകളിലാണ് അദ്ദേഹത്തെ അതിനകത്ത് ആരാധിക്കുന്നതും. ആര്യവൽക്കരണം വന്നപ്പോൾ ശിവനെ ബ്രാഹ്മണൻ പൂജിച്ചതാണെന്നും ക്ഷേത്രങ്ങൾ പലതും ആര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നും അല്ലാതെ ദ്രാവിഡാചാരത്തിൽ കാവുകളിലുള്ള വെച്ചാരാധനയായിരുന്നു എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ ഇന്ന് നടന്നു പോകുന്നുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ ഒരു നാരോ മൈൻഡ് സെറ്റിൽ നിന്നും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ആൾക്കാർ ഇതൊക്കെ പ്രത്യേകിച്ച് ആധ്യാത്മികരായിട്ട് പറയുന്നവർ ഇതിനെ സാധകരുടെ ഇടയിൽ പോലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം അത് ആര്യവൽക്കരണവും അതായത് ഈ ദ്രാവിഡവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് മാറ്റുമ്പം വാസ്തവത്തിൽ നമുക്ക് സങ്കടം വരും. അത് ആര്യവൽക്കരണം എന്താണെന്നൊക്കെയുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ശൈവിസത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കൾട്ടുകളെക്കുറിച്ച് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനിയും വരുന്ന ഞാൻ പറയുന്നത് യുക്തിക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയുകയും ചെയ്യാം. തുറന്ന മനസ്സോടെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എടുത്തിട്ട് കളയുക. ഗീത അവസാനിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെ വ്യാമർശിത ശേഷേണ യഥേച്ഛസി തഥാഗുരു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് തള്ളിക്കളയുക, ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കണ്ടെത്തലുകളും ഇങ്ങനെയാണ്. നമുക്ക് ആ വിഷയങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്ക് ഒരുപാട് ശൈവ സമ്പ്രദായങ്ങളുണ്ട്. കാശ്മീര ശൈവ സമ്പ്രദായം, സിദ്ധാന്ത ശൈവ സമ്പ്രദായം, അതുപോലെ തന്നെ അനവധി ശൈവ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇന്നത്തെ ഒരു രീതിക്ക് അനുസരിച്ച് സ്കോളേഴ്സ് എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ഡിവിഷനായിട്ട് തിരിക്കും. ഒന്നെന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ശൈവിസം എന്നും ഒന്ന് നോർത്ത് ഇന്ത്യൻ ശൈവിസം അഥവാ കാശ്മീര ശൈവിസം എന്നും. സിദ്ധാന്ത ശൈവിസം എന്ന് പറയുന്നത് പൊതുവെ തമിഴ്നാട് സൗത്ത് ഇന്ത്യൻ സൈഡിൽ ഒരുപാട് പ്രചാരത്തിലുള്ളതാണ്. ഇന്നും ഉള്ളതാണ്, നേരത്തെയും ഉള്ളതാണ്. അപ്പം അത് ദ്വൈത സിദ്ധാന്തത്തെ ബേസ് ചെയ്തുള്ളതും. എന്നാൽ കാശ്മീര ശൈവിസത്തിലെ പ്രത്യേകിച്ച് നമ്മൾ മോഡേൺ ത്രിക എന്ന് പറയുന്ന ഫിലോസഫീസ് അദ്വൈതത്തെ ബേസ് ചെയ്തിട്ടുള്ളതുമാണ്. നമുക്ക് കാശ്മീരി ശൈവിസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കുകയും ചെയ്യാം. നമുക്ക്
പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആകെയുള്ള ശൈവിസത്തെ 3 ഭേദങ്ങളായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 3 കാറ്റഗറിയിൽ തിരിക്കാം. മുന്നേ പറഞ്ഞ പോലെ ദ്വൈതം പറയുന്ന ഒരു കാറ്റഗറി, രണ്ടാമത്തേത് അദ്വൈതം പറയുന്ന ഒരു കാറ്റഗറി, നടുക്കത്തേത് ദ്വൈതാദ്വൈതം പറയുന്ന ഒരു ഡിവിഷൻ. ദ്വൈതത്തിലുള്ളതെല്ലാം ആണവ ഉപായ പദ്ധതികളും അദ്വൈതത്തിലുള്ളത് ശാംഭോപായ പദ്ധതികളും അതുപോലെ തന്നെ ദ്വൈതാദ്വൈതത്തിലുള്ളത് ശാക്തയോപായ പദ്ധതികളായിട്ടും ഡ്യുവൽ, നോൺ ഡ്യുവൽ, അതുപോലെ തന്നെ ഡ്യുവൽ ആൻഡ് നോൺ ഡ്യുവൽ, അതിൻ്റെ ഒരു കോമ്പിനേഷൻസ്. ദർശന രൂപത്തിൽ ശൈവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് ദർശന രൂപത്തിൽ ശൈവസത്തെ ഒരുപാട് തരത്തിൽ തിരിക്കുന്നുണ്ട്. 10 ദർശനമുണ്ട്, 16 ദർശനങ്ങളുണ്ട്. ശൈവസത്തിൽ തന്നെ 300 ദർശനങ്ങളുണ്ട്, 108 ദർശനങ്ങൾ ശൈവസത്തിലുണ്ട്, 28 ദർശനങ്ങളുണ്ട്, ഇങ്ങനെ 36 ദർശനങ്ങളുണ്ടെന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. പല ദർശനങ്ങളും ഇന്ന് അവൈലബിളുമല്ല, നമുക്ക് അറിയത്തുമില്ല. മൺമറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സെക്റ്റുകൾ ഉണ്ട്. എന്നാൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ശൈവസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശൈവസത്തെ ഒരു 10 ദർശനമായിട്ട് നമുക്ക് തിരിക്കാം. ഞാനിവിടെ എടുക്കുന്നത് KC പാണ്ഡെയുടെ അഭിപ്രായമാണ്. അതിൽ ഒന്നാമത്തേത് പാശുപത ശൈവ സിദ്ധാന്തം, അത് ഡ്യുവൽ ഇതാണ്, വളരെ പഴയ സിദ്ധാന്തമാണ്, അത് ഡ്യുവലിസ്റ്റിക്കാണ്. രണ്ടാമത്തേത് സിദ്ധാന്ത ശൈവിസം, അത് ഡ്യുവലിസ്റ്റിക്കാണ്. മൂന്നാമത്തേത് രസേശ്വരം, ദ്വൈത അദ്വൈതവാദമാണ്, രസേശ്വര ശൈവ സിദ്ധാന്തം അല്ലെങ്കിൽ രസേശ്വര ശൈവിസം. നാലാമത്തത് ലഘുലീശ പാശുപതം എന്ന് പറയുന്ന പാശുപതത്തിൽ നിന്നും വന്നിട്ടുള്ള ലഘുലീശ പാശുപതം, അത് ലഘുലീശൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ലഘുലീശ പാശുപതമെന്നും, അതുപോലെ തന്നെ ശ്രീകണ്ഠാചാര്യരുടെ വിശിഷ്ടാദ്വൈതം, അതുപോലെ തന്നെ വീരശൈവം അഥവാ ലിംഗായത്ത്, അത് ശക്തി വിശിഷ്ടാദ്വൈതമാണ്. ലിംഗായത്ത് ഇപ്പോൾ തമിഴ്നാട്ടിൽ കർണാടക ഭാഗത്തൊക്കെ വരുന്ന ലിംഗായത്ത് വീരശൈവിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യഭിജ്ഞാ ദർശനം, അത് കാശ്മീര അദ്വൈതവാദമാണ്. അതുപോലെ തന്നെ നന്ദികേശ്വര ശൈവിസം, അതും ശൈവിസം അദ്വൈത പ്രമാണത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്രമദർശനവും കുലദർശനവും, ഇങ്ങനെ 10 ദർശനങ്ങളെയാണ് KC പാണ്ഡെയുടെ അഭിപ്രായത്തിൽ ദശ ശൈവിസം എന്ന് പറയുന്നത്, ദശ ശൈവ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല ഗ്രന്ഥങ്ങളിൽ 300ഓളം ശൈവ സിദ്ധാന്തങ്ങളുണ്ട് എന്നും 108 ശൈവ സിദ്ധാന്തങ്ങളുണ്ട് എന്നും, അതല്ല ഈ പറയുന്ന 36 ശൈവ സിദ്ധാന്തങ്ങളുണ്ടെന്നും ഒക്കെ പല ഗ്രന്ഥങ്ങളിൽ കാണാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ 10, ഞാൻ മുകളിൽ പറഞ്ഞ പാശുപതം തുടങ്ങി കുലത്തിൽ അവസാനിക്കുന്ന 10 ശൈവ സിദ്ധാന്തത്തിൻ്റെ ഉപസെക്റ്റുകളായിട്ട് അനവധി ശൈവ സമ്പ്രദായങ്ങളും ഉണ്ട്. ഇവ കൂടാതെ വളരെ പ്രശസ്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള ചില സെക്റ്റുകളുണ്ട്, ശൈവ സെക്റ്റുകൾ. അതൊന്ന് കപാല ശൈവിസമാണ്, അല്ലെ കാപാലിക ശൈവിസം എന്ന് പറയും. അതുപോലെ തന്നെ കാലമുഖ ശൈവിസം എന്ന് പറയും. ഈ 2 ശൈവിസത്തെക്കുറിച്ചും മനസ്സിലാക്കിയാലേ അത് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഈ കാപാലിക ശൈവിസവും കാലമുഖ ശൈവിസത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫോക്ലോറുകൾക്ക് ഈ ശൈവ സിദ്ധാന്തങ്ങളുമായിട്ട് എത്രത്തോളം അടുപ്പമുണ്ടെന്നും ഇതൊക്കെ ദ്രാവിഡാചാരം മാത്രമാണോ അതോ ആര്യവൽക്കരണമാണോ എന്നൊക്കെയുള്ള ആ പറയുന്ന വിഷയങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ വെളിച്ചം തരികയും ചെയ്യും. പക്ഷേ ഈ പാശുപത ശൈവിസത്തിൻ്റെയും അതുപോലെ തന്നെ കപാല ശൈവിസത്തിൻ്റെയും അതുപോലെ തന്നെ കാലമുഖ ശൈവിസം തുടങ്ങിയിട്ടുള്ള ശൈവിസങ്ങളുടെ ഒരു പ്രമാണ ഗ്രന്ഥങ്ങൾ നാമമാത്രമായിട്ട് ചുരുങ്ങി. എന്നാലും നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് ഉണ്ട്. ഈ മുകളിൽ പറഞ്ഞ പദ്ധതികൾ കൂടാതെ കാശ്മീര ശൈവിസത്തിൽ തന്നെ, കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ തന്നെ ക്രമം, കൗളം, സ്പന്ദം, പ്രത്യഭിജ്ഞ തുടങ്ങിയിട്ടുള്ള അനവധി മാർഗങ്ങൾ ഉണ്ട്. ഈ മുകളിൽ പറഞ്ഞ പ്രത്യഭിജ്ഞ, ക്രമം, ത്രിക എന്നൊക്കെ പറയുന്ന സമ്പ്രദായത്തിന് കാശ്മീര ശൈവിസം എന്ന പേര് വരാൻ ആക്ച്വലി കാരണം 1914 JC ചാറ്റർജി എന്ന് പറയുന്ന ആള് കാശ്മീര ശൈവിസം എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് ഇന്ന് ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ബുക്കായിട്ട് വാങ്ങിക്കാനും പറ്റും. 2 ഭാഗങ്ങളായിട്ടാണ് ആ ബുക്കുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ലിറ്ററേച്ചറും, ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചറും, രണ്ടാമത്തെ ഭാഗത്ത് മെയിൻ ഡോക്ട്രൈൻസ് ഓഫ് ദ സിസ്റ്റവുമാണ്. അത്
ഈ ജഗദീഷ് ചന്ദ്ര ചാറ്റർജി അഥവാ JC ചാറ്റർജി 1914 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് സ്വാമി ലക്ഷ്മൺജുവിന് എനിക്ക് തോന്നുന്നു 8 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അതിനുശേഷം കാശ്മീര ശൈവസത്തിൽ അനവധി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് സ്വാമി ലക്ഷ്മൺജു. പക്ഷേ ഈ JC ചാറ്റർജി പറയുന്ന ത്രികാ സിസ്റ്റം എന്ന് പറയുന്നത് അദ്വൈത ഫിലോസഫിയാണ്. എന്നാൽ അഭിനവോക്തൻ്റെ തന്ത്രാലോകത്തിൽ ത്രികയ്ക്കകത്ത് ചേർത്തിരിക്കുന്ന ശാംഭോപായവും ശാക്തോപായവും അണോപായവും ശൈവാഗമങ്ങൾ 10 രുദ്രാഗമങ്ങൾ 18 ഭൈരവാഗമങ്ങൾ 64 ദശ അഷ്ടദശ വസു അഷ്ടഭേദ 10 18 64 ഇങ്ങനെയാണ് എൻ്റെ കണക്ക്. ആ ഒരു ക്രമത്തിൽ ഞാനത് വിശദമായിട്ട് പിന്നീട് പറയാം. ആ ക്രമത്തിൽ നമുക്ക് തന്ത്രാലോകം എന്ന് പറയുന്ന അതിഗംഭീരമായ പുസ്തകത്തിലൂടെ അഭിനവോക്തർ പറഞ്ഞു തരുന്ന ത്രികാ ഫിലോസഫി വാസ്തവത്തിൽ JC ചാറ്റർജിയുടെ ഒരു ഡിവിഷണൽ സ്റ്റൈലിലല്ല. JC ചാറ്റർജിയുടെ ഒരു ഡിവിഷണൽ സ്റ്റൈൽ പിന്നീട് അധികം ആരും ഉപയോഗിക്കുന്നതും കണ്ടിട്ടില്ല. പക്ഷേ ഈ ബുക്കിന് കാശ്മീര ശൈവിസം എന്ന് പേര് ഇട്ടതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന കാലഘട്ടങ്ങളിൽ ലിറ്ററേച്ചറിൽ പഠിച്ചവരെല്ലാം തന്നെ ശിവശാസനെ അല്ലെങ്കിൽ ഭൈരവശാസനെ അല്ലെ ശിവസമ്പ്രദായങ്ങളെ കാശ്മീരിൽ നിന്ന് ഉത്ഭവിച്ചു വന്നിട്ടുള്ള അദ്വൈത ഫിലോസഫികളെ എല്ലാം തന്നെ കാശ്മീര ശൈവിസം എന്നാണ് വിളിച്ചതും. നമുക്ക് കാശ്മീര ശൈവ ഫിലോസഫിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള പാശുപതം, അതുപോലെ തന്നെ കാപാലിക ശൈവിസം, അതുപോലെ തന്നെ കാലമുഖ ശൈവിസം, അതേപോലെ ലഘുലീശ പാശുപതം, വീരശൈവിസം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെ തന്ത്ര സാന്നിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാം. പഠിച്ചതിന് ശേഷം വേണം നമുക്ക് കാശ്മീര ശൈവ ദർശനങ്ങളിലെ തന്ത്രവിഷയങ്ങളെക്കുറിച്ച് പോവാം. വാസ്തവത്തിൽ ഒരു തുറന്ന മനസ്സോടു കൂടിയിട്ട് വേണം ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാൻ. വേറൊന്നും കൊണ്ടല്ല, അത്രയും പഴക്കമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത്. അപ്പോൾ അതിന് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും, അത് സത്യമാണ്. പക്ഷേ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മൾ ശൈവരെന്നും വൈഷ്ണവരെന്നും പറഞ്ഞ് തമ്മിലടിച്ച് അങ്ങനെ മാറേണ്ട കാര്യമില്ല. ഏകം സത്വിപ്രാ ബഹുധാ വദന്തി എന്നാണ് പറയുന്നത്. ഏകമായ സത്യമാണ്, പലതിലൂടെ നമ്മൾ പോകുന്നത് ഏകമായ സത്യത്തിലേക്കാണ്. അപ്പോൾ ആ സത്യബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആചാരം ഫോളോ ചെയ്താലും അത് ഭഗവാനിലേക്ക് തന്നെ എത്തിക്കും. മഹാദേവൻ്റെ ഈ മുഖത്തുനിന്ന് വന്ന പല സമ്പ്രദായങ്ങളും, ഈ 5 മുഖത്തുനിന്ന് വന്ന സമ്പ്രദായങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല. ചിലപ്പം രീതികൾ വ്യത്യാസമുണ്ടാകും, പക്ഷെ ലക്ഷ്യം ഈശ്വരൻ തന്നെയാണ്. അപ്പം ആ ഒരു ബോധം ഒരു സാധകനുണ്ടാവണം. നമുക്ക് ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഈശ്വരോന്മുഖമാണോ എന്നുള്ളതാണ്. അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമാണോ ഉണ്ടാവുന്നത്, എൻ്റെ ജീവിതത്തിന് ഉയർച്ചയാണോ ഉണ്ടാവുന്നത്. വളരെ കുറച്ച് സമയമാണ് ജീവിതം. ജനനം മുതൽ മരണം വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കർമ്മപൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കർമ്മശരീരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ഇഷ്ടദേവതയിലൂടെ സഞ്ചരിച്ച് ആ ദേവതയായി മാറുകയാണ്, അല്ലെങ്കിൽ ആ പരമപദ പ്രാപ്തിയിലേക്ക് എത്തുകയാണ്. അതിൽ പല സമ്പ്രദായത്തിൽ പല ആചാര്യന്മാർ അവരുടെ അനുഭവങ്ങളനുസരിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഏത് പാത്തിലൂടെയാണോ ഫോളോ ചെയ്യുന്നത് നമുക്ക് ആ പാത്താണ് ശരി. പക്ഷേ ഇതിലെല്ലാം തപസ്വികളുടെ തപചൈതന്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വന്നിച്ചില്ലയിലും നമുക്ക് വേണ്ടാത്തതാണെങ്കിലും വന്നിച്ചില്ലയിലും നിന്ദിക്കാതിരിക്കാനുള്ള ഒരു മിനിമം ഗുരുത്വം പുതിയ ആധ്യാത്മിക സബരിയയിൽ സഞ്ചരിക്കുന്ന പുത്തൻ ജനറേഷനിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയത്തുള്ളൂ. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, മഹാദേവൻ കൂടെ ഉണ്ടാവട്ടെ എല്ലാവരുടെയും. അപ്പോൾ നമുക്ക് ഭഗവാനെ ആശ്രയിച്ച മഹാദേവനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഋഷിമാർ ആശ്രയിച്ച പല സമ്പ്രദായങ്ങളിലേക്ക് പോകാം. അതിലൊന്നാമത്തത് ഏറ്റവും പ്രാചീനമായിട്ടുള്ള സമ്പ്രദായങ്ങളിലൊന്നായിട്ടുള്ള പാശുപത ശൈവസത്തെക്കുറിച്ചാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അത് ആദിമാർഗ സമ്പ്രദായമാണ്. ഭഗവാന്റെ കിഴക്കോട്ടുള്ള മുഖത്തു നിന്നും ഉത്ഭവിച്ച ആദിമാർഗ സമ്പ്രദായത്തിന് കീഴിലാണ് പാശുപത ശൈവസം വരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.